ദേശീയപാത 85-ൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് RJD ജില്ലാ നേതൃത്വം രംഗത്ത്. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് RJD ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പറഞ്ഞു. ദേശീയപാത 85-ലെ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ടുപോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് RJD ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു. ഏറ്റവും വേഗത്തിൽ നേര്യമംഗലം വനമേഖലയിൽ നിർമ്മാണ ജോലികൾ തുടങ്ങുവാനുള്ള ഇടപെടൽ സർക്കാർ നടത്തണമെന്നും RJD ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ് കുറേ നാളായി ഈ മേഖലയിലുള്ളത്. ഇവിടെ വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഏതാണ്ട് 14 കിലോമീറ്ററോളം ആ നിർമ്മാണം തടഞ്ഞിരിക്കുകയാണ്. ഈ തടഞ്ഞ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സ്റ്റേ കൊണ്ട് ഇതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയോട് തീരുമാനമെടുക്കാൻ പറഞ്ഞ് കോടതി പറഞ്ഞിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞു. ഇതുവരെ തീരുമാനമായിട്ടില്ല. വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് ഈ നിർമ്മാണം വേഗത്തിലാക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴേ പണി ആരംഭിക്കാമായിരുന്നു. അത് ഇതുവരെ ആയിട്ടില്ല. വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്തു നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.